KSRTCയുടെ ഓർമ്മ എക്സ്പ്രസ് യാത്ര തുടങ്ങി. ആദ്യ യാത്രയിൽ ഗതാഗത മന്ത്രിക്കൊപ്പം ഓർമ്മകൾ പങ്കുവെച്ച് സംവിധായകൻ പ്രിയദർശനും നടന്മാരായ മണിയും പിള്ളരാജവും നന്ദു. കനകക്കുന്നിൽ നടക്കാൻ പോകുന്ന KSRTC ഓട്ടോ എക്സ്പോയ്ക്ക് വിളംബരം കൂടിയായിരുന്നു യാത്ര. KSRTC ബസ്സിൽ ഒരു ഓർമ്മ യാത്ര. യാത്രക്കാർ മന്ത്രിയും കൂട്ടുകാരും. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ബെല്ലടിച്ച, സൗഹൃദങ്ങൾക്ക് വളയം കറക്കിയ ഓർമ്മകളിലൂടെ വീണ്ടും ഒരു യാത്ര. ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനായിരുന്നു ഇഷ്ടമെന്ന് കൂട്ടുകാരിൽ പ്രിയൻ. അന്ന് ലേഡീസ് വള്ളി, സ്റ്റുഡൻസ് വള്ളിയൊക്കെ ഉണ്ടായിരുന്ന കാര്യം. പക്ഷേ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല, ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ്. ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. KSRTC തന്നെ ചതിച്ച കഥയോർത്തെടുത്ത് രാജു. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോഴത്തേക്കും സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിളുണ്ടെന്ന് കാലിലിടിച്ച് അയാൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണുങ്ങൾ മുമ്പ് എൻ്റെ ഉടുപ്പ് തുള്ളിയെടുത്തിട്ട് കവാല കുറ്റിക്ക് 2 അടി അടിച്ചത് പറഞ്ഞതും ഞാൻ സഹിച്ച്. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാണ്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ കിടന്ന് അടി വാങ്ങിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അടിയും കൊടുത്ത് സൈക്കിളിൻ്റെ കാറ്റ് ഊരി വിട്ടു. അങ്ങനെ എന്നെ KSRTC ചതിച്ചിട്ടേ ഉള്ളൂ. നഗരക്കാഴ്ചകളിലേക്ക് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കൂട്ടിക്കൊണ്ടുപോയ സിറ്റി ബസ് അഥവാ യാത്രക്കാരുടെ പ്രിയപ്പെട്ട പച്ച ബസ് തിരികെ എത്തുന്നതിന്റെ സന്തോഷമാണ് മന്ത്രി കൂടിയായ കൂട്ടുകാരൻ പങ്കുവെച്ചത്. ആ വല്യമ്മയുടെ കൂടെ പോത്തങ്കോട് പോകും. വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ. അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബസ്സിൽ കയറും. ആ ഗണപതി അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറും. അന്ന് ഈ പച്ച ബസ്സാണ്. പച്ച ബസ്സും അതിനകത്ത് വെള്ള ലൈനുമായിട്ട് ഇപ്പം ഞങ്ങളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ കളറിന്റെ പേരെന്താണെന്നറിയോ? ബസ് ഗ്രീൻ. ഇറ്റ്സ് കോൾഡ് ബസ് ഗ്രീൻ. പെയിന്റിന്റെ ബസ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ആ കളർ. കഥകൾ കേട്ടിരുന്നു നന്ദു. പോയി മറഞ്ഞെന്ന് കരുതിയ ഡബിൾ ഡക്കർ ബസ് തിരികെ വന്നതിന്റെയും വീണ്ടും യാത്ര ചെയ്യാൻ കഴിഞ്ഞതിലെയും കൗതുകവും കൂട്ടുകാർ മന്ത്രിയെ അറിയിച്ചു. ഞാൻ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ വിചാരിച്ചു ഒരിക്കലും തിരുവനന്തപുരത്ത് ഇനി ഡബിൾ ഡക്കറിന് ഓടാൻ പറ്റില്ല, ഈ മരങ്ങളും ഇതൊക്കെ. പക്ഷേ ഇതെല്ലാം കട്ട് ചെയ്തു അല്ലേ? KSRTCയുടെ നല്ല നാളെ ലക്ഷ്യമിടുന്ന റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായിരുന്നു ഓർമ്മകളിലേക്കുള്ള ഈ യാത്ര. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.